നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ്. നല്ല മരണം സംഭവിക്കുമ്പോൾ പ്രകടമായ ചില ലക്ഷണങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മരണപ്പെട്ടാൽ അത് നല്ല മരണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയും. അവ ഏതൊക്കെയാണ്? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത് മാത്രമാണ്, ഈ സംഭവങ്ങളിൽ മരണപ്പെടുന്നത് മാത്രമാണ് നല്ല മരണമെന്ന് നാം മനസ്സിലാക്കരുത്. അല്ലാത്തതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില അടയാളങ്ങളും നല്ല മരണത്തിന് സംഭവിച്ചേക്കാം. അള്ളാഹു ഒരാൾക്ക് സ്വർഗമാണോ നരകമാണോ നൽകേണ്ടതെന്ന് അള്ളാഹുവാണ് തീരുമാനിക്കുക. നമുക്കത് തീരുമാനിക്കാനുള്ള അവകാശം ഒരിക്കലുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ചാരത്തേക്കും മരണം കടന്നു വരും. നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോടടുത്ത് മരണമുണ്ട് എന്നാണ്. ഏത് സമയത്തും നമ്മുടെ കൂടെ മരണമുണ്ട്. എപ്പോഴും മരണത്തെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. അത് നല്ല മരണമായിരിക്കണം. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. അതുപോലെ തന്നെ സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മോശ മരണം എന്നാണ്. ആ മോശമായ മരണം നമുക്കുണ്ടാകാൻ പാടില്ല. നല്ല മരണത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നവരാകണം. നമ്മൾ എപ്പോഴും സദാസമയം ദുആ ചെയ്യുന്നവരാകണം. അങ്ങനെ നല്ല മരണം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അടയാളങ്ങളുണ്ട്. ഏതൊക്കെയാണ് നല്ല മരണത്തിന്റെ അടയാളങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ ഖുദ്റത്തി അലാ നുത്ഖി ഷഹാദത്തി ഖബ്ലൽ മൗത്ത്. മരണത്തിന് മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയുക എന്നതാണ്. അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ കലാം, അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അതിനുവേണ്ടി സദാസമയം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അത് നല്ല മരണമായിട്ടാണ് പരിഗണിക്കുക. അത് നല്ല മരണമാണ്. ഇനി രണ്ടാമതായിട്ട് തഅറഖുൽ ജബീൻ, നെറ്റിത്തടത്തെ വിയർപ്പാണ്. മരണസമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാവുക എന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വഅൻ ബുറൈദ റളിയല്ലാഹു അൻഹു, ബുറൈദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാൽ, നബി തങ്ങൾ പറയുകയാണ്, അൽ മുഅ്മിനു യമൂതു ബി അർഖിൽ ജബീൻ. ഒരു മുഅ്മിൻ മരണപ്പെടുന്നത് അവന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടായിക്കൊണ്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിന്റെ മരണം എങ്ങനെയായിരിക്കും? നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാകും മുഅ്മിൻ മരണപ്പെടുന്ന സമയത്ത്. അതുപോലെയാകണം നമ്മുടെ മരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സദാസമയം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുമ്പോഴാണ് നല്ല മരണം നമുക്ക് കിട്ടുക. അതിനുവേണ്ടി പരിശ്രമിക്കണം, എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നല്ല മരണത്തിന്റെ ലക്ഷണം എന്താണ്? അൽ മൗതു ലൈലത യൗമിൽ ജുമുഅ ഔ ഫീ നഹാരിഹ. ജുമുഅ വെള്ളിയാഴ്ച ദിവസം പകലിലോ രാത്രിയിലോ മരണപ്പെടുക. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുക, ഇത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആ രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ, ഈ രണ്ട് സമയങ്ങളിൽ മരണപ്പെടുക എന്നത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ. ഒരു മുസ്ലിം എന്തായി? വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെട്ടു. ഔ ലൈലത്തുൽ ജുമുഅ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു. ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. അവരെ തൊട്ട് ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. അപ്പോ ഒരാൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ മരണപ്പെട്ടാൽ ഖബറിന്റെ അദാബും ഖബറിലുള്ള ഫിത്നകളും ഖബറിലെ ഹിസാബൊന്നും ഉണ്ടാവുകയില്ല. അതൊക്കെ ഒഴിവാക്കി കൊടുക്കും, അതൊക്കെ ലഘൂകരിച്ചു കൊടുക്കും അള്ളാഹു. അപ്പൊ അത് വലിയ സൗഭാഗ്യമല്ലേ? അങ്ങനെ സ്വർഗപ്രവേശനത്തിനൊക്കെ അത് കാരണമാകും. അപ്പൊ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ഷഹീദായി മരിക്കുക എന്നാണ്. ഷഹീദായി മരിക്കുക എന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ഒന്നാമത്തെ ഷഹീദ് എന്ന് പറഞ്ഞാൽ
മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദുൻ. ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ അത് ഷഹീദാണ്, അവൻ ഷഹീദാണ്. ഇനി ഒരാൾ വമൻ മാത ഫീ താഊൻ, ഒരാൾ താഊൻ വന്നുകൊണ്ട് പ്ലേഗ് പോലത്തെ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ട് മരണപ്പെട്ടാൽ ഫഹുവ ഷഹീദുൻ, അവൻ ഷഹീദാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇനി വയറിന് വല്ല അസുഖം വന്നുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടാലും ഷഹീദാണ്, ഫഹുവ ഷഹീദുൻ, അവൻ ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് അതിന്റെ അടിയിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ മുതലും സ്വത്തും ഒക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അവൻക്കും ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. മുങ്ങി മരിച്ചാൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ തീപിടുത്തത്തിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷഹീദായി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല മരണമാണ്. അടുത്തതായിട്ട് അൽ മൗത്തുൽ മർഅതി വഹിയ ഹാമിലുൻ, ഗർഭവതിയായ ഒരു സ്ത്രീ മരണപ്പെടുക എന്നത് അതൊരു നല്ല മരണമാണ്. അതുപോലെ തന്നെ അടുത്തത് അൽ മൗത്തുൽ അബ്ദി അലാ അഅ്മാലിൻ സ്വാലിഹത്തിൻ യഫ്അലുഹ, ഒരാൾ മരണപ്പെടുക നല്ല അമലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ മരണപ്പെടുക, നോമ്പിലായിരിക്കാൻ മരണപ്പെടുക, നിസ്കാരത്തിലായിരിക്കാൻ മരണപ്പെടുക, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ മരണപ്പെടുക, അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ മരണപ്പെടുക എന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ തഹറല്ലാഹു ഖബലൽ മൗതി, ഒരാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ മരണത്തിന് മുമ്പ് അള്ളാഹു ശുദ്ധീകരിക്കുമെന്നാണ്. സഹാബികൾ ചോദിച്ചു, വമാ തഹൂറുൽ അബ്ദി, എന്താണ് അടിമയെ എങ്ങനെയാണ് തഹൂറാക്കുക, ഈ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അമലുൻ സ്വാലിഹുൻ യുൽഹിമുഹു ഇയ്യാഹു ഹത്താ യഖ്ബിലഹു, അവനെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നന്മയുള്ള പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവനെ തോന്നിപ്പിക്കുക എന്നതാണ്, അവനെ ശുദ്ധീകരിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അപ്പൊ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മൾക്ക് നല്ല മരണം ലഭിക്കുന്നവർ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുന്നു എന്ന വസിയത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.